വീട്ടിൽ തന്നെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ മാങ്ങ കൊണ്ടാണ് ഈ ഐസ്ക്രീം ഉണ്ടാക്കിയെടുക്കുന്നത്. നന്നായിട്ട് പഴുത്തൊരു 3 മാങ്ങ എടുത്ത് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലുള്ള ഒരു ബോക്സിലാക്കി ഫ്രീസറിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. മാങ്ങയൊക്കെ തണുത്ത് നല്ല കട്ടയായി ഇരിക്കുന്നുണ്ട്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ചില മാങ്ങ നല്ല മധുരം ഉണ്ടാവും, ചിലത് മധുരം കുറവായിരിക്കും. അപ്പോൾ അത് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി. ഞാനിതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇച്ചിരി മധുരം മുന്നിട്ട് നിൽക്കണം, എങ്കിലേ കഴിക്കുമ്പോൾ മധുരം ഉണ്ടാവൂ. ഇത് പൾസ് മോഡിലിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഒരു ബൗളിലേക്ക് ഒരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ക്രീമൊക്കെ നല്ലപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. വേണമെങ്കിൽ ഫുഡ് കളർ ചേർക്കാവുന്നതാണ്. രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ഒരു ബോക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് വെള്ളം വീഴാതിരിക്കാൻ ഇതുപോലൊരു ബട്ടർ പേപ്പർ വെച്ചതിന് ശേഷമാണ് അടപ്പടച്ചു കൊടുക്കുന്നത്. ഫ്രീസറിൽ ഒരു ഓവർനൈറ്റാണ് ഇത് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഐസ്ക്രീം പുറത്തെടുത്തിട്ടുണ്ട്. ഇതെങ്ങനെ ഉണ്ട് നോക്കാം. ഞാനിതുപോലെ ഒരു ചെറിയൊരു കയ്യിൽ വെച്ചിട്ടാണ് ഇത് എടുക്കുന്നത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.